ബീഹാർ തിരഞ്ഞെടുപ്പിന് മുൻപ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നു. 12 മണിക്ക് ദില്ലിയിലാണ് വാർത്താ സമ്മേളനം. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കും. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, 12 മണിക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. വോട്ട് ചോരി തന്നെയായിരിക്കുമോ പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനത്തിലെ വിഷയം? പി ആർ സുനിൽ. എന്തായാലും 12 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ ഇതിനു മുൻപ് നമ്മൾ കണ്ടത്. നാളെ നിർണായകമായ വോട്ടെടുപ്പ് ബീഹാറിൽ നടക്കുകയാണ്. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ്. അപ്പോൾ ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്ന വെളിപ്പെടുത്തൽ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടായിരിക്കുമോ, അതല്ല ഇന്നലെ പറഞ്ഞ സംവരണവുമായി ബന്ധപ്പെട്ടായിരിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ആകാംക്ഷ. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ രാഹുൽ ഗാന്ധി നടത്തും എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ ഒരുപക്ഷെ അത് വോട്ട് ചോരിയിലെ ചില വെളിപ്പെടുത്തലുകളാകാം. അതല്ല എങ്കിൽ ഇന്നലെ ഈ സൈന്യത്തിലെ 10% മേൽജാതിക്കാരാണ് സൈന്യത്തെ ആകെ നിയന്ത്രിക്കുന്നത്. 90% വരുന്ന പിന്നാക്ക, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സൈന്യത്തിൽ അധികാര കേന്ദ്രത്തിൽ എത്താൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം രാഹുൽ ഗാന്ധി ഇന്നലെ ഉയർത്തിയിരുന്നു. ബീഹാറിൽ നമുക്കറിയാം ജാതി രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നാക്ക ജാതി രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഈ ഒരു നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കണക്കുകളാണോ പുറത്തുവിടുന്നത് എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. ഇന്ന് 12 മണി, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. 2.25 മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും. ഹൈഡ്രജൻ ബോംബാണോ വരാൻ പോകുന്നത്, അതോ ആറ്റം ബോംബാണോ?